മോഹൻലാലിനെ വെച്ച് സിനിമ ചെയ്യാൻ എനിക്ക് പറ്റില്ല എന്ന് സംവിധായകൻ കമൽ. അദ്ദേഹം കാരണവും വെളിപ്പെടുത്തുകയുണ്ടായി. കമൽ സംവിധാനം ചെയ്ത ആദ്യ ചിത്രം മിഴിനീർ പൂവുകളിൽ നായകൻ മോഹൻലാലായിരുന്നു. പിന്നീട് കമലിന്റെ 5 ചിത്രങ്ങളിൽ മോഹൻലാൽ നായകനായി അഭിനയിച്ചു. ഒരു ചിത്രത്തിൽ മോഹൻലാൽ അതിഥി വേഷത്തിലെത്തുകയും ചെയ്തു. അയാൾ കഥ എഴുതുകയാണ് എന്ന ചിത്രത്തിന് ശേഷം ലോഹിതദാസിന്റെ രചനയിൽ മോഹൻലാലിനെയും ദിലീപിനെയും വിദ്യാബാലനെയും താരങ്ങളാക്കി ചക്രം എന്ന സിനിമ തുടങ്ങിയെങ്കിലും പാതി വഴിയിൽ ഉപേക്ഷിക്കേണ്ടി വന്നു. പിന്നീട് ലോഹിതദാസ് പൃഥ്വിരാജിനെ നായകനാക്കി ചക്രം ഒരുക്കി. ചക്രം ഉപേക്ഷിച്ചതിന് പിന്നിൽ പല കാരണങ്ങളും പറഞ്ഞു കേട്ടു. എങ്കിലും യഥാർത്ഥ കാരണം ആരും വെളിപ്പെടുത്തിയിട്ടില്ല. പിന്നീട് കമൽ മോഹൻലാലിനെ നായകനാക്കി സിനിമ സംവിധാനം ചെയ്തില്ല. അതിനെക്കുറിച്ച് കമൽ പറഞ്ഞത് ഇങ്ങനെയാണ്: ഇടക്കാലത്ത് ഞാൻ മോഹൻലാലിനെ നായകനാക്കി 2 ചിത്രങ്ങൾ ആലോചിച്ചിരുന്നു. അദ്ദേഹവും അതുമായി ബന്ധപ്പെട്ടിരുന്നു. പക്ഷേ പിന്നീടത് കൃത്യമായി മുന്നോട്ട് പോയില്ല. സബ്ജക്ട് ശരിയായി കിട്ടിയിരുന്നില്ല. എനിക്കൊരു ബലഹീനതയുണ്ട്. ഒരു സൂപ്പർ താരത്തെ ഉപയോഗിക്കാൻ അറിയില്ല. സൂപ്പർ താരത്തിന്റെ താരപ്പകിട്ടിനെ ഉപയോഗിക്കാൻ അറിയില്ല. എന്റെ സിനിമകൾ നോക്കുന്നവർക്ക് അത് മനസ്സിലാകും. ഞാൻ ഒരിക്കലും മോഹൻലാലിനെ ഒരു സൂപ്പർ പ്രതിച്ഛായയിൽ കൊണ്ടുവരുന്ന കഥാപാത്രമായി അവതരിപ്പിച്ചിട്ടില്ല. മോഹൻലാലിനും അദ്ദേഹത്തിന്റെ പ്രേക്ഷകർക്കും എപ്പോഴും ആവശ്യം അങ്ങനത്തെ സിനിമയാണെങ്കിൽ ഞാൻ നിസ്സഹായനാണ്. എനിക്ക് പറ്റില്ല. എന്നെപ്പോലെ പല സംവിധായകരുമുണ്ട്. ഈ രീതിയിൽ അദ്ദേഹം എനിക്ക് എപ്പോഴും അപ്രാപ്യനാണെന്ന് തോന്നുന്നു. രാജമാണിക്യം വന്ന സമയത്താണ് മമ്മൂട്ടിയെ ഡീഗ്ലാമറൈസ് ചെയ്ത് ഞാൻ കറുത്ത പക്ഷികൾ ചെയ്തത്. അദ്ദേഹത്തിന്റെ കൂടി താല്പര്യം അതിലുള്ളപ്പോഴാണ് അത് സാധിക്കുന്നത്. മമ്മൂട്ടിയെ വെച്ച് ഞാൻ എടുത്ത ഒരു സിനിമയിൽ പോലും അദ്ദേഹത്തിന്റെ താരമൂല്യത്തെ ഉപയോഗിച്ചിട്ടില്ല. അത് തന്റെ കഴിവുകേടായാണ് ഞാൻ കാണുന്നത്. ഒരു മാഗസിന് നൽകിയ അഭിമുഖത്തിലാണ് കമൽ ഇക്കാര്യങ്ങൾ പറഞ്ഞത്. കൂടുതൽ സിനിമാ വാർത്തകൾക്കും വിശേഷങ്ങൾക്കും ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യൂ മലയാളം ക്രിയേഷൻസ്.